യുക്രൈനിലെ നിലവിലെ സമാധാന അന്തരീക്ഷം തകർക്കുന്ന രീതിയിലുള്ള സംഘർഷങ്ങൾ അവസാനിപ്പിക്കുന്നത് അങ്ങേയറ്റം സുപ്രധാനമാണെന്നും അതിനായി സഹായിക്കാൻ താൻ പൂർണ്ണമായും തയ്യാറാണെന്നും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനോട് വ്യക്തമാക്കി. ഞായറാഴ്ച ഇരു നേതാക്കളും തമ്മിൽ നടന്ന ഫോൺ സംഭാഷണത്തെ ഉദ്ധരിച്ച് ക്രെംലിൻ വിദേശനയ ഉപദേശകനാണ് ഇക്കാര്യം വ്യക്തമാക്കിയതെന്ന് റഷ്യൻ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. യുക്രൈൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശത്രുതയും യുദ്ധവും ഉടനടി അവസാനിപ്പിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് ഡൊണാൾഡ് ട്രംപ് വീണ്ടും ഊന്നിപ്പറഞ്ഞതായി മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെ അദ്ദേഹം വ്യക്തമാക്കി. ഈ ആഴ്ച ഫ്രാൻസിൽ നടക്കുന്ന G7 വ്യവസായ രാജ്യങ്ങളുടെ ഉച്ചകോടിയിലെ ചർച്ചകൾ ഉൾപ്പെടെയുള്ള ഔദ്യോഗിക കാര്യങ്ങളിൽ യൂറോപ്യൻ പങ്കാളികളുമായി യുക്രൈൻ തലസ്ഥാനമായ കൈവുമായും ചേർന്ന് പ്രവർത്തിക്കാൻ താൻ തയ്യാറാണെന്ന് ട്രംപ് അറിയിച്ചിട്ടുണ്ട്. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ അമേരിക്കയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ചർച്ചകൾക്ക് മുന്നിൽ നിന്ന് നയിക്കുന്ന US ദൂതന്മാർ ഇതിന്റെ ഭാഗമായി ഉടൻ തന്നെ വീണ്ടും റഷ്യ സന്ദർശിക്കുമെന്ന വിവരങ്ങളും പുറത്തുവരുന്നുണ്ട്. അമേരിക്കൻ ഭരണകൂടം നിലവിൽ ഇറാന്റെ പശ്ചാത്തലത്തിലുള്ള സംഘർഷങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനാൽ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള നയതന്ത്ര ശ്രമങ്ങൾക്ക് നേരിയ മന്ദത നേരിട്ടിരുന്നു. ഞായറാഴ്ച നടന്ന ഫോൺ സംഭാഷണത്തിൽ ട്രംപും പുടിനും ഇറാൻ സംഘർഷത്തിൽ ഒരു ധാരണയിലെത്തുന്നതിനായി നടക്കുന്ന ഏറ്റവും പുതിയ നയതന്ത്ര ശ്രമങ്ങളെക്കുറിച്ചും വിശദമായി ചർച്ച ചെയ്തതായും വിവരങ്ങളുണ്ട്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ധാരണാപത്രവുമായി ബന്ധപ്പെട്ട നിലവിലെ സാഹചര്യങ്ങൾ ഇരു നേതാക്കളും സംസാരിച്ചതായും ഇറാന്റെ കരാർ വളരെ അടുത്താണെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു. ഇതോടൊപ്പം ഡൊണാൾഡ് ട്രംപിന്റെ 80ാം ജന്മദിനത്തിൽ പുടിൻ അദ്ദേഹത്തിന് തികച്ചും അനൌദ്യോഗികമായ രീതിയിൽ ആശംസകൾ നേർന്നതായും സൂചനകളുണ്ട്. അമേരിക്കയുടെ മധ്യസ്ഥതയിലുള്ള സമാധാന ഉടമ്പടിയുടെ രൂപരേഖ അംഗീകരിക്കാൻ യുക്രൈന് US സമയപരിധി നൽകിയിരുന്നു. ഇത് അംഗീകരിക്കാത്ത പക്ഷം യുക്രൈന് നൽകിവരുന്ന ആയുധ വിതരണം വെട്ടിക്കുറയ്ക്കുമെന്നും അവർക്ക് രഹസ്യാന്വേഷണ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് നിർത്തലാക്കുമെന്നും US മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സമാധാന ചർച്ചകളുടെ മുൻഘട്ടങ്ങളേക്കാൾ കൂടുതൽ സമ്മർദ്ദം വാഷിംഗ്ടൺ ഇപ്പോൾ യുക്രൈനുമേൽ ചെലുത്തുന്നുണ്ട്. സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള സാധ്യമായ നടപടികളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ മുതിർന്ന US സൈനിക ഉദ്യോഗസ്ഥരുടെ ഒരു സംഘം കീവിൽ വെച്ച് പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കിയുമായി ചർച്ച നടത്തിയതായും ഉദ്യോഗസ്ഥർ പറഞ്ഞു. യുക്രൈനിലെ US അംബാസഡറും പ്രതിനിധി സംഘത്തോടൊപ്പം ഉണ്ടായിരുന്ന സൈന്യത്തിന്റെ പബ്ലിക് അഫയേഴ്സ് മേധാവിയും കൂടിക്കാഴ്ച വിജയകരമായിരുന്നുവെന്ന് വിശേഷിപ്പിച്ചു. USഉം യുക്രൈനും തമ്മിലുള്ള ഒരു രേഖയിൽ ഒപ്പുവെക്കണമെന്ന് കർക്കശമായുള്ള മുന്നറിയിപ്പുമുണ്ട്. യുക്രൈന് പരിമിതമായ സുരക്ഷാ ഉറപ്പുകൾ നൽകുമ്പോൾ യുക്രൈനിയൻ പ്രദേശങ്ങൾ വിട്ടുകൊടുക്കുന്നത് ഉൾപ്പെടെ റഷ്യൻ പ്രസിഡന്റ് ദീർഘകാലമായുള്ള പല ആവശ്യങ്ങളും US പദ്ധതിയിൽ അടങ്ങിയിട്ടുണ്ട്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പ്രകോപിപ്പിക്കാൻ മടിച്ച വളരെ ശ്രദ്ധയോടെയാണ് യുക്രൈൻ ഈ വിഷയങ്ങളിലെല്ലാം പ്രതികരിച്ചത്. കൂടാതെ അമേരിക്കൻ സമാധാന ശ്രമങ്ങളെ പ്രത്യേകമായി പ്രശംസിക്കുകയും ചെയ്തു. അതേസമയം ജർമ്മനി, ഫ്രാൻസ്, UK എന്നീ രാജ്യങ്ങളിലെ നേതാക്കൾ വെള്ളിയാഴ്ച സെലൻസ്കിയുമായി ഫോണിൽ സംസാരിക്കുകയും റഷ്യയുമായുള്ള യുദ്ധത്തിൽ തങ്ങളുടെ പിന്തുണ ഉറപ്പു നൽകുകയും ചെയ്തു. ജർമ്മൻ ചാൻസലർ, ഫ്രഞ്ച് പ്രസിഡന്റ്, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി എന്നിവർ യുക്രൈനിൽ ശാശ്വതവും നീതിയുക്തവുമായ സമാധാനത്തിലേക്കുള്ള വഴിയിൽ തങ്ങളുടെ മാറ്റമില്ലാത്തതും പൂർണ്ണവുമായ പിന്തുണ സെലൻസ്കിക്ക് ഉറപ്പു നൽകിയതായും വിവരങ്ങളുണ്ട്. സറിക്, മിനാബ് ഉൾപ്പെടെയുള്ള ഇറാന്റെ വിവിധ പ്രദേശങ്ങളിൽ സ്ഫോടനങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. നിലവിലെ സാഹചര്യം നേരിടുന്നതിനായി അധികൃതർ നടപടികൾ സ്വീകരിച്ചതോടെ പലയിടങ്ങളിലും വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ സജീവമാക്കിയതായി ഇറാനിയൻ മാധ്യമങ്ങളും പ്രാദേശിക വൃത്തങ്ങളും റിപ്പോർട്ട് ചെയ്തു. ഇറാൻ തങ്ങളുടെ നിലപാട് മാറ്റിയില്ലെങ്കിൽ ഇറാന്റെ പ്രധാന താവളങ്ങളെ ലക്ഷ്യമിടാനും സൈനിക നടപടികൾ ശക്തമാക്കാനും അമേരിക്ക തയ്യാറാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകി. മണിക്കൂറുകൾക്കകമാണ് ഈ ആക്രമണങ്ങൾ ഉണ്ടായത്. ഇറാന്റെ അകാരണവും തുടർച്ചയായതുമായ ആക്രമണങ്ങൾക്കുള്ള മറുപടിയാണ് ഈ നടപടിയെന്ന് സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.